ഹലോ ഓൾ. മദ്ഹറാസി അല്ലേ, അങ്ങനെയല്ലേ സിനിമയോട്? മദ്ഹറാസി അല്ല, മദ്രാസി എന്ന് പറഞ്ഞ പണ്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ മറ്റേ മലയാളത്തിലെ നമ്മുടെ നടൻ പോയിട്ട് അഭിനയിച്ചല്ലോ, അതിൻ്റെ പേരും എന്തോ അങ്ങനെ എന്തോ ആയിരുന്നു, മദ്രാസ്കാരനോ ചെന്നൈക്കാരനോ അങ്ങനെ എന്തോ ആയിരുന്നു. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഒരു ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ നെയിമുള്ളൊരു പേരാണ് ഈ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടാണ് നമ്മൾ ഈ സിനിമയുടെ പേര് തന്നെ സെറ്റാക്കിയിട്ടുള്ളത്. AR മുരുകദോസിനെ കുറിച്ച് ആദ്യം പറയാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ AR മുരുകദോസ് എന്നുള്ള ഡയറക്ടർ നമുക്ക് കുറേ നല്ല സൂപ്പർ ഹിറ്റുകൾ തന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പരിപാടിയൊക്കെ തീർന്നു, അദ്ദേഹം തുരുമ്പിച്ച് പോയി എന്നാണ്. പക്ഷേ ഇല്ല ഗൈസ്, അദ്ദേഹം തുരുമ്പിച്ച് പോയിട്ടില്ല, അദ്ദേഹം തിരുമ്പി വന്നു എന്ന് സൊല്ലാൻ പറഞ്ഞു. നല്ല രീതിയിലൊരു സിനിമ എടുത്തു വച്ചിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ശരി, ഓവറോൾ എല്ലാവരുടെയും പെർഫോമൻസ് ആണെങ്കിലും നല്ല കാസ്റ്റിംഗ് എല്ലാം ഒപ്പാക്കിയാണ്. ഇതിനകത്ത് നമുക്ക് ശിവകാർത്തികനിൽ നിന്നും തുടങ്ങാം. ശിവകാർത്തികൻ്റെ ക്യാരക്ടർ ഒരു ചെറിയ മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരാളുടെ ക്യാരക്ടറാണ്. നല്ല രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നല്ല സൂപ്പറായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ഇൽനെസ് ഉള്ള ഭാഗവും എന്താ പറയുക, അത് അതേസമയം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ഒരു നല്ല ചാർമിങ്, ഒരു ക്യൂട്ട് സൈഡുണ്ട്. ആ സൈഡ് എല്ലാം നല്ല വൃത്തിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു. നല്ല പെർഫോമൻസ്, നല്ല ആക്ഷൻ സീക്വൻസുകളുണ്ട്. ആക്ഷൻ സീക്വൻസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വിദ്യുത്തിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ട, അദ്ദേഹം ഒരു നല്ലൊരു ആക്ഷൻ നടനാണ്. നമ്മൾ കത്തി സിനിമയ്ക്കകത്തൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ല ആക്ഷനാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ സിനിമയ്ക്കകത്തും ആ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കൈയും മുഖവും എന്താ പറയുക, ദേഹമൊക്കെ കൊണ്ട് മൂവ് ചെയ്യുന്നതൊക്കെ നല്ല സ്മൂത്തായിട്ടാണ്. അത് നല്ല കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല കട്ടവില്ല, അങ്ങനെ പറയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. ഞാനിവിടെ ഇത് നെറ്റിൽ നോക്കുവാണ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല, അതുകൊണ്ടാണ്. ഷബീർ കല്ലറയ്ക്കൽ. പേരായിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. മലയാളിയാണോ? ഇന്ത്യൻ ആക്ടർ, മെയിൻലി ഇൻ തമിഴ് ഫിലിംസ്. മലയാളിയാണെന്നാണ് തോന്നുന്നത്. വടകര, ഇന്ത്യ. വടകര നമ്മുടെ കേരളയിലല്ലേ? കേരള, കോഴിക്കോട്. യെസ്, കോഴിക്കോടുകാരനാണ് ഗൈസ്. ഷബീർ കല്ലറയ്ക്കൽ എന്നാണ് പേര്. സോറി, ഞാൻ ഇതിനു മുമ്പ് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇതിനകത്ത് കിങ് ഓഫ് കൊത്തയിലുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൂഗിളിനകത്ത് നോക്കിയപ്പോൾ. പക്ഷേ ഹാറ്റ്സ് ഓഫ്, നല്ല ക്യാരക്ടറായിരുന്നു, നല്ല രീതിയിൽ ചെയ്തു, നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. നമുക്ക് ആ ഒരു വില്ലനിസം ഒക്കെ ഫീൽ ചെയ്യേണ്ട സ്ഥലത്ത് നല്ല വില്ലനിസം ഫീൽ ചെയ്യിപ്പിക്കാൻ ആ ക്യാരക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ബിജു മേനൻ, മലയാളത്തിൽ ഓൾറെഡി അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആർക്കാണ് ബിജു മേനനെ ഇഷ്ടമല്ലാത്ത എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിജു മേനനെ. ബിജു മേനൻ്റെ നല്ലൊരു ക്യാരക്ടർ, ബിജു മേനൻ്റെ സ്ഥിരമുള്ള പോലത്തെ ഒരു കോമഡി ഷെയ്ഡില്ലാത്തൊരു സീരിയസ് ക്യാരക്ടർ, നല്ല ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സിനിമയുടെ സൗണ്ട് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ നല്ലൊരു തിയേറ്ററിൽ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് വീട്ടിൽ വന്ന് നമുക്ക് TV കാണാമെന്നും പറഞ്ഞിരുന്നാൽ ഇതിൻ്റെ ആ ഒരു സൗണ്ട് എഫക്റ്റും ആ ഒരു മിക്സ് ചെയ്ത രീതികളും അതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. അപ്പോൾ അതൊക്കെ കിട്ടണം. നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെച്ച് പിടിച്ച തിയേറ്ററിലോട്ട്. നമുക്ക് ഒരു നല്ല ആക്ഷൻ പാക്ഡ് മൂവി, അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല ആക്ഷൻ പാക്ഡ് മൂവി. സിനിമ അങ്ങനെ ഹൈ ലെവലൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല ലെവലിൽ പോകുന്ന നല്ലൊരു സിനിമ. എല്ലാ സിനിമയും പോലെ ഈ സിനിമയ്ക്കും കുറേ ഫോൾസൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഓവറോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എന്നാലും ഈ സിനിമ പോരായിരുന്നു കേട്ടോ എന്ന് പറയാൻ തോന്നുന്നില്ല. എന്തോ അത്ര അവർ കഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. ആ സിനിമയിൽ നല്ല ഹാർഡ് വർക്ക് ഈ സിനിമയുടെ പിറകിൽ പോയിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടെടുത്ത സിനിമയാണെന്ന്. സോ യെസ്, അതാണ് എൻ്റെ ഒപ്പീനിയൻ സിനിമയെ പറ്റി. സിനിമ നല്ലൊരു സിനിമയാണ്. നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ നല്ല രീതിയിൽ കാണുക. വീട്ടിൽ കാണാൻ ശ്രദ്ധിക്കുന്നവർ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടെങ്കിലും കാണാൻ ശ്രദ്ധിക്കുക. കാരണം സൗണ്ട് മിക്സിങ് ഞാൻ പറഞ്ഞല്ലോ പക്കയാണ്. ഒരു ചില സംഭവമൊക്കെ ഉണ്ട്, ശിവകാർത്തികൻ ഇങ്ങനെ ഒക്കെ അടിച്ച് കേൾക്കുന്ന പോലത്തെ ഒരു സീനൊക്കെ ഉണ്ട്. അത് നല്ല സൂപ്പറായിട്ട് പണി വെച്ചിരിക്കെങ്കിൽ സൂപ്പർ. സിനിമ ഓവറോൾ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇച്ചിരി എക്സ്ട്രാ ഓർഡിനറിയാണ്. അതായത് കുറേ ഇടി കൊണ്ടിട്ടൊന്നും പറ്റുന്നില്ല. എന്താ പറയുക, ബുള്ളറ്റുകൾ വരുമ്പോൾ ഇങ്ങനെ എന്നും കൊണ്ട് ബുള്ളറ്റിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പാഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്നു. അതൊക്കെ കുറച്ച് ഓവർ ദ ടോപ്പാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും
ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയുടെ ഒരു കഥ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. എന്നും പറഞ്ഞ് നമ്മുടെ പണ്ടത്തെ രജനീകാന്തിൻ്റെ സിനിമയിൽ രജനീകാന്ത് ഹോട്ടൽ ബലൂണിൽ നിന്ന് എടുത്ത് ചാടുന്നതും അതിനകത്ത് ഫൈറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ ഓവർ ദ ടോപ്പ് സാധനങ്ങളൊന്നുമില്ല. അത് ഞാൻ രജനീകാന്തിനെ എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനേക്കാളും വലിയ സാധനങ്ങളൊക്കെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ ടോപ്പ് സാധനമൊന്നുമില്ല. ഒരു പൊട്ടിക്ക് ഒരു ഇച്ചിരി അപ്പ് പോയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. പക്ഷേ എന്നാലും ഓവറോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ആ പോയതിനെയൊക്കെ ഇങ്ങനെ പിടിച്ചിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പടം നമുക്ക് ഓവറോൾ അങ്ങനെ കുളമായി എന്ന് തോന്നുന്നില്ല. നല്ല ഒരിതാണ്. നായികയായിട്ട് അഭിനയിച്ചേക്കുന്ന കുട്ടി മുരുന്നാൾ തക്കുവൾ കണ്ടിട്ടുണ്ട് അവിടെ, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ നല്ല പെർഫോമൻസ് ആയിരുന്നു. സിനിമയിൽ ആ ക്യാരക്ടറുമായിട്ട് ചേർന്ന് പോകുന്നുണ്ടായിരുന്നു. നല്ല ഒരു സ്ക്രീൻ പ്രസൻസും അധികം റോളൊന്നും ഇല്ല ഉള്ള പറഞ്ഞാൽ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ വന്ന് പോകുന്നേ ഉള്ളൂ. പക്ഷേ ഉള്ള റോളിൽ നല്ലതായിരുന്നു. എന്തായാലും ശിവകാർത്തികേയൻ, എ.ആർ. മുരുകദോസ് എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്. നല്ലൊരു ടീം വർക്കിൻ്റെ ഒരു ടീം വർക്കായിട്ട് വന്ന ഒരു നല്ല സിനിമ. അനിരുദ്ധിനെ കുറിച്ച് പറയാൻ പറഞ്ഞേ, അനിരുദ്ധിൻ്റെ ഈ സിനിമയിൽ പാട്ടുകൾ എനിക്ക് അത്ര അങ്ങോട്ട് കുഴപ്പമില്ല എന്നേ തോന്നിയുള്ളൂ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ഒരു രക്ഷയില്ല. അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടുകൾ അത്ര നന്നായിട്ടില്ലെങ്കിൽ അനിരുദ്ധ് നല്ല സമയമെടുത്ത് നല്ല അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇടയ്ക്കൊക്കെ എവിടാണ്ടൊക്കെയോ മറ്റേ നമ്മുടെ ആ ഡോക്ടർ സിനിമയ്ക്കകത്ത് അനിരുദ്ധ് ശിവകാർത്തികന് വേണ്ടി ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഡും 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 എന്ന് കുടു 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 എന്ന് പറഞ്ഞൊരു സൗണ്ട് വരുന്നൊരു സാധനമുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. കാരണം എനിക്കത് അന്ന് തിയേറ്ററിൽ കണ്ടപ്പോഴും അതെൻ്റെ തലയിൽ ഇങ്ങനെ കയറിയിരുന്നു ആ ഒരു സൗണ്ട്. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ ഒരു ഏകദേശം ഒരു സാമ്പിൾ സാധനം ഈ സിനിമയ്ക്കകത്തും ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നല്ലോ. അതിൻ്റെ എവിടെ ഒരു ഷാഡോസോ ഒരു ഷെയ്ഡ്സ് ഒക്കെ വന്നു പോകുന്നുള്ള ഫീൽ ചെയ്തു. നത്തിങ് ബാഡ്, നല്ലതായിരുന്നു ഓവറോൾ. ശരിക്കും ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് അത് നോട്ടീസ് ചെയ്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സിനിമ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് കുറേ ആളുകളിലോട്ട് ഈ വീഡിയോ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Thank you.